അൽ മുവക്കലീന ഏൽപ്പിക്കപ്പെട്ടവർ എന്നാണല്ലോ. അങ്ങനത്തെ മലായിക്കത്തിലേക്കും എന്ന് പറഞ്ഞു. മുവക്കലീന എന്നുള്ളടത്ത് ബന്ധ അല്ലാഹിറു. ഈ മുവക്കലീന എന്നതിന്റെ ലഫ്ള് മനസ്സിലാണ് ലാഹിർ എന്താ? അന്നോ സിഫത്തുൽ ഹഫളത്തി വറൂഹാനിയീന. ഹഫളത്ത് റൂഹാനിയീന അത് രണ്ടിനും സിഫത്താക്കിയിട്ട് വരാം. ഹഫളത്ത് റൂഹാനിയീന എന്ന് പറയുമ്പോ എന്നിട്ടൽ മുവക്കലീന എന്നാ പറയുന്നത്. അപ്പൊ ആ സിഫത്ത് കൊടുക്ക് പോകണം. ഈ പറഞ്ഞ ഹഫളത്തിലേക്കോ റൂഹാനിയിലേക്കോ അത് രണ്ടിലേക്കുമാണ് മനസ്സിലാണത്. വല്യുറാജ അതൊന്ന് ആലോചിച്ച് മടക്കപ്പെട്ടെ അങ്ങനെയാണോ അല്ലേ എന്നല്ലേ പറയാനുള്ളൂ. ആലമിൽ ഇൻസി വൽ ജിന്നിന ഭൂതവർഗം മനുഷ്യവർഗം ഈ രണ്ട് വർഗത്തിന് ലോകം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടവരാണ്. കുബറായിഹി അവരുടെ മാന്യന്മാരിലേക്കും എന്നാണ്. കുബറായി എന്ന് പറയുമ്പോ അവരത് മാന്യന്മാരായ ആൾക്കാരെ കൊണ്ടും ഏൽപ്പിക്കപ്പെട്ടവർ തോന്നിയിരുന്നു. അങ്ങനെ അല്ല. പിന്നെന്താണ്? കുബറായി എന്ന് പറയുമ്പോ അടയിലുണ്ട്. കുബറായിൽ ജിന്നീന ജിന്നിലെ വലിയ വലിയ പ്രമുഖന്മാരായ ആൾക്കാരുണ്ട്. അവരിലേക്കും ഈ ഫാത്തിഹ ചെയ്തുകൊണ്ട് പറയാം. ഇനി ഷംസുൽ മആരിഫിൽ കുബ്ര ലിശൈഖ് അഹ്മദ് ബിൻ അലിയിൽ ബൂനി അൽ മുതവഫ സനത 622 വർഷത്തിൽ വഫാത്തായ ഷെയ്ഖ് അഹ്മദ് ബിൻ അലിയിൽ ബൂരി എന്ന് പറയുന്ന തങ്ങളുണ്ട്. ആ തങ്ങൾക്ക് ഷംസുൽ മആരിഫിൽ കുബ്ര എന്ന കിതാബുണ്ട്. ആ കിതാബ് മഹാൻ പറയുന്നു ആരത്തൊട്ട് അൻ കഅബുൽ അഹ്ബാർ. കഅബുൽ അഹ്ബാർ തങ്ങളെ തൊട്ടാണ് ഉദ്ധരിച്ച് പറയും. എന്ത്? അന്നഹു കാന ഫി ബിസാത്തി സുലൈമാൻ അലൈഹിസ്സലാം. സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ വിശ്വാസത്തില് എന്തുണ്ടായിരുന്നു? അസ്മാൻ കുറെ പേരുകളുണ്ട്. വിരിപ്പായിരിക്കും. ആ വിരിപ്പിൽ കുറെ പേരുകളുണ്ട്. അങ്ങനത്തെ ജിന്നു ആ പേരുകൾ ഉണ്ടാകുമ്പോ ആ പേരുകളിൽ നിന്നായിരിക്കും ജനങ്ങൾ എന്താ ജിന്ന് വർഗം ബോധം കെട്ടുപെറാറുണ്ട്. അപ്പൊ തൊത്തിയോഹോബിക ആ നാമങ്ങളെ കൊണ്ടാണ് സുലൈമാൻ നബി അലൈഹി സ്വലാമിന് ജിന്നുകൾ വഴങ്ങുന്നത്. അങ്ങനെയുള്ള ഒരുപാട് നാമങ്ങൾ അവിടുത്തെ വിരിപ്പിലുണ്ടായിരുന്നു എന്ന് കഅബുൽ അഹ്ബാർ തങ്ങളെ തൊട്ടുദ്ധരിച്ചുകൊണ്ട് ശംസുൽ മആരിഫിൽ അതിന്റെ മുസന്നിഫ് പറയുന്നുണ്ട്. അപ്പൊ ജിന്നുകളൊക്കെ വഴങ്ങാനുള്ള ഒരു വകുപ്പ് അവിടെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുണ്ടായിട്ടുണ്ട്. വകാനബി വസ്തുൽ ബിസാത്തി വിരിപ്പിന്റെ നടുവിലുണ്ട് അർബഅത്തു അസ്മാഇൻ ഇബ്രാനിയ. ഇബ്രു ഭാഷയിലുള്ള 4 നാമങ്ങൾ ആ വിരിപ്പിന്റെ നടുവിലുണ്ടായിരുന്നു. മഖ്ഫൂലതൻ കാനത്തിൽ ജിന്നു വശയാതീനു മിൻ അജ്ലിക താബിഅതൻ ലഹു. ഈ നാമങ്ങൾ ഉണ്ടായത് കൊണ്ട് തന്നെയാണ് അവിടെ പൂട്ടിയിട്ടപ്പെട്ടതായിരുന്നു ഏത് ഈ പറയുന്ന 4 നാമങ്ങൾ. ഈ നാമങ്ങൾ ഉള്ളത് കൊണ്ട് ശൈത്താന്മാരും ജിന്നുകളൊക്കെ സുലൈമാൻ നബി അലൈഹി സ്വലാമിനോട് തുറന്നു ജീവിച്ചു. ഒരു സെക്കൻഡ് പോലും അവർ സുലൈമാൻ നബി അലൈഹി സ്വലാമിന് എതിര് ചെയ്യൂല. അങ്ങനെ ഇത്തരം കാര്യങ്ങളെ കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടതായിരിക്കുന്ന ആ വിരിപ്പിന്റെ ആളുകൾ അറബാത്ത അഫാരീത്ത 4 ഇഫിരിത് ജിന്നുകളായിരുന്നു. 4 നാമങ്ങൾ അവിടെ ഉണ്ട്. അത് സഹായികളായിട്ട് നിർത്തിയ 4 ഇഫിരീത്തിന്റെ ജിന്നുകൾ. അപ്പൊ കൊട്ടാരായിരിക്കാം ഉദ്ദേശിക്കുന്നത്. കൊട്ടാരത്തിന്റെ നടുവില് കാനു അക്ബർ സുലൈമാൻ അലൈഹിസ്സലാം ജിന്നു വർഗത്തിൽ നിന്ന് സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മന്ത്രിമാരുടെ കൂട്ടത്തിൽ പ്രമുഖന്മാരായി ഈ 4 ഇഫിരീത് ജിന്നുകളും. ഇൻസുവർഗത്ത് മനുഷ്യവർഗത്തിൽ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മന്ത്രിമാര് സലാസമിഅത്തിൻ അത് 300. അപ്പൊ ജിന്ന് വർഗത്തിന് 4 ആൾക്കാർ പ്രമുഖന്മാർ, മനുഷ്യവർഗത്തിന് 300. അടക്കിവാണ് ചക്രവർത്തിയാണല്ലോ സുലൈമാൻ നബി അലൈഹി സ്വലാം. ആഖിറും ആസിമുൻ ബർഖയ. ഈ 300 മനുഷ്യന്മാരുടെ കൂട്ടത്തിൽ ലാസ്റ്റുള്ള ആളാരാണ്? ആസിമുൻ ബർഖയ എന്ന് പറയുന്ന ആളാണ്. ഒബിനൽ ജിന്നി ജിന്ന് വർഗത്തൊന്നും ഉണ്ട് മന്ത്രിമാർ സലാസമിയത്തിൽ ഒരു 300 ആൾക്കാർ അതിലുമുണ്ട്. ആഖിറുഹും അക്ബറുഹും അവരിൽ ഈ 300 വർഗം
ജിന്ന് വർഗത്തിൽ നിന്ന് അവസാനത്തവരും പ്രമുഖന്മാരുമായത് ഹാവുലായിൽ അർബായത്തു ഈ പറയപ്പെട്ട 4 ആളുകളാണ്. ഈ 4 ആളുകൾ എന്ന് പറയുമ്പോൾ ഏതാന്ന് ചോദിച്ചാൽ തൊബ്രയാത്ത്, സദ്ഈഖ്, ഹദ്ലയാജ്, ഷൗഗാൽ, ഈ പറയുന്ന 4 ആളുകളാണ് ആ പ്രമുഖന്മാരായ 4 ജിന്നുകൾ. ഇത്തരം പേരുകൾക്ക് ജിന്നി ഷെയ്ത്താൻമാരുടെ മേൽ പുതുമയാർന്ന ഒരു അനുസരണം ഈ 4 പേരോടുണ്ടല്ലോ. ഇത്തരം പേരുകളുള്ളത് കൊണ്ട് തന്നെയാണ് ഇതൊക്കെ ഉണ്ടായത്. അപ്പൊ പ്രമുഖന്മാരായ ആൾക്കാരാണ്. അപ്പൊ അവരിലേക്കും മുഅ്മിനീങ്ങളായിരിക്കുമല്ലോ. ഷെയ്ത്താൻമാരെ ആണെങ്കിലും ഫാത്തിഹ അവർക്ക് അധികം ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ മുസ്ലിമായ ജിന്നുകളാണ് ആ ജിന്നുകൾ. ആ പ്രമുഖന്മാരായ ആൾക്കാർ തന്നെയാണ്. അവരിലേക്കൊന്ന് അർത്ഥം. അവരുടെ നേതാക്കന്മാര് മദ്ഹബ് എന്ന് പറയും. ആ മദ്ഹബിന്റെ നേതാക്കൾ അങ്ങനെ അല്ലത് അവരുടെ ഷെയ്ഖു ഈ ആദികൾ മുഖദ്ദിമത്ത്, ഈ മുഖദ്ദിമയിൽ ഷെയ്ഖ് അതിനെ കൊണ്ടുവന്നു. ഹംസത്തെ അസ്ര ഇസ്മൻ, ഈ മുഖദ്ദിമയില് ഈ പറഞ്ഞ ആളുണ്ടാക്കിയ മുഖദ്ദിമ ഉണ്ടാക്കിയാണ്ടല്ലോ, അദ്ദേഹം ഇവിടെ എന്ത് കൊണ്ടുവന്നു? 15 നാമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 15 പേര് കൊണ്ടുവന്നിട്ടുണ്ട്. ഓരോ പേരയിലുണ്ടല്ലോ. ലം അറബി ഷെയ്ഖിൻ മിൻഹ വബ്ത മുഹഖഖൻ, അത് എന്റെ രൂപത്തിലാണ് വായിക്കണത്, ലബുത്ത് കൊടുത്ത് ഒന്നും ഞാൻ കണ്ടിട്ടില്ല എവിടെ. ഇല്ലാബിൽ കലമി, പേര് കൊണ്ടല്ല, പേരോടിട്ട് വായിക്കാന്നല്ല, അത് വേറെ കഴിയൂല. വബഹസ്തു അൻഹു, അതിനെ പറ്റി ഞാൻ ചർച്ച ചെയ്തു. ബഅദൽ മശായിഖിൽ അകാബിറ, പ്രമുഖന്മാരായ നല്ല വിദ്വന്മാരായ ശൈഖന്മാരുമായി ഞാൻ ചർച്ച ചെയ്തു. അപ്പൊ ആ ബാഗ് ചൂണ്ടിക്കാണിച്ചു തന്നത് ഇലയ്യ എന്നിലേക്ക് എന്താണ്? അന്നബുത്തഹ ഹസീറുൻ, ഓല് പറഞ്ഞത് ആ 15 നാമങ്ങൾക്ക് 10 കസറോ ഒക്കെ കൊടുത്തു വായിക്കണം. ആ ലബുത്തിന് അതിന് പ്രയാസമാണ് നാമം, കയ്യൂലാണ്. എന്തുകൊണ്ട്? ഇനി അന്നഹ, നിശ്ചയമായിട്ട് ഈ നാമങ്ങൾ അറബത്ത്, അറബിയല്ല, അറബീകരിക്കപ്പെട്ടതാണ്. അസ്ലുക, ഈ നാമങ്ങളുടെ അടിസ്ഥാനം അജമിയത്തും അനറബിയായിരുന്നു. അതിന് മാറ്റി അറബീകരിക്കപ്പെട്ട് കഴിഞ്ഞു. അപ്പൊ ഒരു പ്രയാസം, ലബുത്ത് കൊടുക്കാൻ പ്രയാസമെന്നാ പറഞ്ഞത്. പല ജിർമ, കുറ്റൊന്നുമില്ല, അന്നഹ നിശ്ചയമായിട്ടും അവകൾ ദഹലഹ, ആ പറയുന്ന നാമങ്ങളിലേക്ക് പ്രവേശിച്ചു. തഗയ്യിറു യസീറുൻ, ഒരു കുറഞ്ഞ വ്യത്യാസം അതിൽ കടത്തിയിട്ടുണ്ട്. അങ്ങനെ കടത്തി പറയും കുഴപ്പമൊന്നുണ്ടോ? ഇല്ല. അന്നഹും, ഈ പറയുന്ന 15 പേരും ഔലിയായിൽ ജിന്നി, ജിന്നു വർഗത്തിലെ ഔലിയാക്കളിൽപ്പെട്ടവരാണ്. അല്ലദീന, എങ്ങനത്തെ ഔലിയാക്കള്? കാരു, അവരായിരുന്നു മുരീദീനാനി ഷെയ്ഖുൽ ഔസുൽ അഅലം റളിയല്ലാഹു അൻഹു, ഷെയ്ഖ് മുഹയ്യിദ്ദീൻ ഔസുൽ അഅലം തങ്ങളെ ഉദ്ദേശിച്ചുകൊണ്ട് മുരീദന്മാരായി വന്ന ജിന്നു വർഗത്തിൽപ്പെട്ട 15 പേരാണ് ഔലിയാക്കളായി ഇവർ. അപ്പൊ മുഖത്തല്ലാ സബക്കാരിൽ ബൂരി, ബൂരിമാൻ പറഞ്ഞല്ലോ മുമ്പ്. ആ ബൂരിമാം സംസുൽമാരി പറഞ്ഞത്, ബൂരിമാമിന് തൊട്ട് മുമ്പ് പറഞ്ഞത് തേട്ടം. എന്താ മുമ്പ് പറഞ്ഞത്? അന്നഹു കാന ഫി വിസാദി സുലൈമാൻ അലൈഹിസ്സലാം വസ്മ തസ്അഖുമിനൽ ജിന്നു വതുതിഉ ബിക വകാന ഫി വസ്ൽ ബിസ്വാത്തി അർബഅത്തു അസ്മാഇൻ അബ്റാനിയ മഖ്ഫൂലത്ത് കാനത് എന്ന് പറഞ്ഞല്ലോ. ഈ പറഞ്ഞത് തേട്ടപ്പത്ത അറിയോ? അന്നഹും മിൻ മുസറായി സുലൈമാൻ അലൈഹിസ്സലാം, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മന്ത്രിമാരായിരുന്നു. ഇന്ന് ഷെയ്ഖ് മുഹയ്യിദ്ദീൻ തങ്ങളെ മുരീദന്മാരും ഒക്കെ യുഖാലു, പറയപ്പെടാം ചിലപ്പോ, ഇന്നഹു ലാ തആറുള ബൈനഹുമ, സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ മന്ത്രിമാര് ബഹുമാനപ്പെട്ട മുഹയ്യിദ്ദീൻ ഷെയ്ഖ് തങ്ങളുടെ മുരീദന്മാരായി. ഇത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല, ഇതിനൊന്നുമില്ല എന്ന് പറയപ്പെടാം. കാരണം ഫഖദിഷ്തഹറ, പ്രചാരത്തിലുണ്ട്, വൈറലായി നിൽക്കാനുള്ളത് അന്നല്ലാഹുസല്ലാഹും ഔസല്ലാഹും തങ്ങള് കാന യഹ്ദുറു മജ്ലിസ വഅലിഹി, മൂപ്പരുടെ സതുപദേശം നൽകുന്ന സദസ്സിൽ സന്നിഹിതരായിരുന്നു. അൽ ജിന്നു, ജിന്നുകൾ വരാറുണ്ട്. അങ്ങനെ വെക്കുമ്പോ ഈ ജിന്നുകൾ മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാമിന്റെ മന്ത്രിമാരാണെങ്കിലും ഷെയ്ഖ് മുഹയ്യിദ്ദീൻ തങ്ങളുടെ മുരീദന്മാരാണെങ്കിൽ കുഴപ്പമൊന്നുമില്ലല്ലോ, അതിനെന്താ തെറ്റൂറ് തെറ്റില്ല. ഫീ ബഹജത്തുൽ അസ്റാർ, ബഹജത്തുൽ അസ്റാർ എന്നൊരു കിതാബിൽ കാണാം. അതാരുടെ അറിയോ? ലിശൈഖ് നൂറുദ്ദീൻ അലി ഇബ്നു യൂസുഫ് അൽ മുതവഫ സനത 13
713 വഫാത്തായ ശൈഖ് നൂറുദ്ദീൻ അലി എന്ന് പറയുന്ന മഹാണ്ട്. മൂപ്പരിക്കുള്ള കിതാബാണ് ബഹിജത്തുൽ അസ്റാർ. അതിൽ കാണാം, ഇനി വായിക്കാനുള്ള പേരെന്താണോ, സത്തൽ തതഷ്കൂഷ് എന്നാണ്. കദാബിൽ കുബ്ര ഐലൻ. ഇവിടെയുള്ള മാതിരി തന്നെയാണ് ശംസുൽ മആരിഫിൽ കുബ്രയിൽ വായിക്കാം. ബിശീനി മുഅ്ജമത്തിൻ വസലാസി ത്വാആത്തിൻ മുഹ്മലാത്തിൻ ബൈന അവ്വലൈക ലാമുൻ വബിശീനൈനി മുഅ്ജമതൈനി ബൈനഹുമാ കാഫുൻ വവാവുൻ. അങ്ങനെ അപ്പോൾ നമ്മൾ വായിച്ചത് അതേപോലെ തന്നെ. അപ്പൊ സത്തൽ തത്ത സത്തൽ തപസ്കൂഷ്, അപ്പൊ സത്തൽ തതസ്കൂഷ് എന്ന് വായിക്കാം. പിന്നെ വല്ലദീ ബി നുസ്ഖതി സൂറ. ഇനി ശംസുൽ മആരിഫിൽ കുബ്രയിലേക്ക് പോയ ആ കോപ്പിയിൽ കാണുന്നത് എന്താന്ന് ചോദിച്ചാല് സത്തൽ തതകൂസ് എന്നാണ്. ഇത് കാപ്പേരി 2 കാപ്പ് എടുത്തിട്ട് വായിക്കണം. ബഅദ ത്വാഇനി 2 ത്വാഇന്റെ ശേഷം. അപ്പൊ സത്തൽ തഖ സത്തൽ തഖൂസ് എന്നായി. അപ്പൊ വാവ് കൂട്ടി വായിക്കണം. ശീരി മുഅ്ജമത്തി ബഅദഹുമ. അതിനുശേഷം ലാസ്റ്റ് പുള്ളിയുള്ള ശീരും. അങ്ങനെ കേട്ടത്. ഇങ്ങനെ പല പേരുകളും പല രീതിയിലാണ് ഇപ്പൊ ഉള്ളത്. ആ രീതിയിലൊക്കെ വായിച്ചാൽ തെറ്റില്ല. അസിലുണ്ടല്ലോ, കിതാബിന്റെ പേര് നോക്കി വായിക്കാന്ന് മാത്രം. ഇത് വായിക്കുമ്പോൾ നമ്മൾ എഴുതുന്നത് വായിച്ചോളി. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ഇങ്ങനെയൊക്കെ കാണാം. ഇനി മറ്റൊന്ന് അബിയത് അല്ലദീബി സറഇ ദഅവത്തിൽ ബർഖത്തിയ്യ. ദഅവത്തിൽ ബർഖത്തിയ്യ എന്നൊരു സറയുണ്ട്. ആ സറയില് ഷംഹൂറസ് എന്നുള്ളടത്ത് കാണുന്നത് എന്താ ചോദിച്ചാല് ഷംഹൂറസ് ബിസ്സിൽ മുഹമ്മലത്തി ബില്ലാഹി. ലാസ്റ്റ് പുള്ളില്ലാത്ത സീനാണ്. ഇവിടെ പുള്ളിയുള്ള സീനുള്ളത്. അങ്ങനെയാണ്. പിന്നെ പറയുന്നു ഷാരിഖ് ഇതിന്റെ വ്യാഖ്യാത പറയാണ്, ഫി സബത്തി ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ഖാദിർ കല്ലുവി എന്ന് പറഞ്ഞാൽ ഇസ്തദിൽ കുല്ലത്ത്. അപ്പൊ കുല്ലവിയോ കുല്ലത്ത് എന്ന് പറയും കൊല്ലത്ത് നടത്തും. അപ്പൊ കൊല്ലവി നയിക്കാറ് കൊല്ലവി. അപ്പൊ കൊല്ലത്തിലേക്ക് ചേർത്ത് കൊല്ലവി എന്ന് പറയാം. അപ്പോ മഹാനവറുകളുടെ സബത്തു ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ഖാദിർ കൊല്ലവിയുടെ കിതാബിൽ ഞങ്ങൾ കിതാബല്ല അവിടെ ഞാൻ കണ്ടേ. ഈ കൊല്ലത്ത് എന്ന് പറഞ്ഞാൽ ഇസ്മു പറയുന്നത് ഇഹാത്തത്തി മദ്രാസ്. മദ്രാസിനെ ചുറ്റി വലയം ചെയ്യുന്ന ഗ്രാമത്തിൽപ്പെട്ട ഒരു നാടിന്റെ പേരാണ് കൊല്ലത്ത്. അതിന് കൊല്ലവി എന്ന് പറയും. ബഹുവ ഈ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ഖാദിർ കൊല്ലവി ഷെയ്ഖുൽ ശിഹാബ് ശാലിയാത്തി. ബഹുമാനപ്പെട്ട നമ്മൾ അറിയപ്പെട്ട ഷിഹാബ് സാലിയാത്തി ഉണ്ടല്ലോ, ഷിഹാബ് സാലിയാത്തി തങ്ങളുടെ ഗുരുനാഥനായിട്ട് വരും. എവിടെ ഹൈസു അങ്ങനെ വരുന്ന മഹാനാണ്. ഈ മഹാന്റെ സമ്പത്തിൽ ഞാൻ കണ്ടു. എവിടെ കണ്ടത്? ഹൈസു ആവറദൽ ഹദീസൽ മുസൽസൽ. മുസൽസലായിരിക്കുന്ന ഇങ്ങനെ ഒഴുകി വരുന്നത് സെൽസലായിട്ട് വരുന്നത്. ആ സെൽസലായ ഹദീസ് കൊണ്ടുവരുന്നിടത്ത് എന്താണ് ഞാൻ കണ്ടത്? ബിൽ അവ്വലിയത്തി, അവ്വലിയത്ത് കൊണ്ട് ആയിട്ട് പറയാണ്. അദ്ദേഹം പറയുന്നു അർവൽ മുസൽസല ബിൽ അവ്വലിയത്തി അല്ലാമത്തി ഉമർ ഷാത്ത. ഉമർ ഷാത്ത എന്ന് പറയുന്ന അല്ലാമ എന്ന് പറയുന്ന മഹാന്റെ മൂപ്പരെ തൊട്ട് ഞാൻ എന്ത് ചെയ്യുന്നുണ്ട്? ഈ മുസൽസലായിരിക്കുന്ന ഹദീസ് അവലത്ത് കൊണ്ട് ഞാൻ റിപ്പോർട്ട് ചെയ്യണം. ബഹുവ അത് അവലു ഹദീസ് ആദ്യത്തെ ഹദീസ് സമയത്തു മിൻഹു ഞാൻ അദ്ദേഹം കേട്ട ആദ്യത്തെ ഹദീസ് എന്താ? തിജാ ബൈത്തുല്ലാഹിൽ ഹറാം. ബൈത്തുല്ലാഹിൽ ഹറാമിയുടെ നേരെ വെച്ച് ഞാൻ കേട്ടത് യോമൽ ജുമാഅത്തി വെള്ളിയാഴ്ച ദിവസം സാസിയ റജബ് മാസത്തിലെ 9ാമത്തെ ദിനത്തിലെ വെള്ളിയാഴ്ച. ആമ അൽഫിമ സലാസിമയത്തിമ അറുബായത്തും വയസ്സില 1324 കൊല്ലത്തിൽ റജബ് മാസത്തിലെ 9ാമത്തെ വെള്ളിയാഴ്ച ദിനം. ആ വസ്തുത നമ്മൾ നേരെ വെച്ചുകൊണ്ട് അദ്ദേഹത്തിന് ഞാൻ ഈ മുസൽസലായിരിക്കുന്ന ഹദീസ് കേട്ടൂല പറയുന്നത്. എന്താണ് പറയുന്നത് ചോദിച്ചാല് ആരെ തൊട്ടാണ്? അബി ഹുലൈർ മുഫ്തി ദിമിയാത്തിലെ മുഫ്തിയായിരിക്കുന്ന അബു ഹുലൈർ ഉണ്ട്. മൂപ്പരെ തൊട്ടാണ് ഈ ഹദീസ് ഞാൻ കേട്ടത്. അവർ പറഞ്ഞു കാല ഹുവ ദിമിയാത്ത് പറയുന്നു അവരു ഹദീസ് സമയത്ത് മുന്നു ഞാൻ അദ്ദേഹത്തിന് കേട്ടത് എന്റെ ബാബിൽ വഫൂദ് ബിൽ മസ്ജിദ് മദീന മുനവ്വറ
മദീന മുനവ്വറയിൽ വെച്ചിട്ട് നബവി പള്ളി, നബിയുടെ പള്ളിയുടെ പൂടെ ഗേറ്റുണ്ടല്ല, ഗേറ്റിൽ കണക്ക് വെച്ചിട്ടാണ് ഞാൻ ഈ ഹദീസ് കേട്ടത്. അതാരെ തൊട്ട ഉപരി കേട്ടത് മിയാത്തിയാൻ അബ്ദുൽ ഫത്താൽ കഫ്റാവി സാബിയ എന്ന് പറയുന്നതാണ്. ഒഹുവ അദ്ദേഹം അവരുവാൻ അബ്ദുല്ലാഹി സർക്കാവി, ഉപര് അബ്ദുല്ലാഹി സർക്കാവി തങ്ങളെ തൊട്ടിട്ടാണ് ആദ്യം കേട്ടത്. ഒഹുവ അബ്ദുല്ലാഹി സർക്കാവിയോ അവരാൻ മുഹമ്മദ് അനഫി മൂപ്പരെ തൊട്ടാണ് കേട്ടത്. ഒഹുവ അവരാൻ സംഹൂറ സർക്കാവി അൽ ജിന്നി സഹാബി റളിയല്ലാഹു അൻഹു. അവിടേക്കായി വരുന്നത് ഈ സംഹൂറസ് എന്ന് പറയുന്ന ആളിലേക്ക് ഈ പരമ്പര എത്തും. അപ്പൊ ഈ സംഹൂറസിന് സഹാബിയാണ്, ജിന്ന് വർഗത്തിന് പെട്ട ആളാണ്, കാളിയാണ് ഉത്തര ഈ പറയുന്ന സംഹൂറസ്. അപ്പൊ ഈ സംഹൂറസിനെ തൊട്ട് കേട്ട ആളാണ് ആര്? മുഹമ്മദ് അനഫി എന്ന് പറയുന്നത്. മുഹമ്മദ് അനഫി തങ്ങളെ തൊട്ട് കേട്ട ആളാണ് അബ്ദുല്ലാഹി സർക്കാവി. അബ്ദുല്ലാഹി സർക്കാവി തങ്ങളിൽ നിന്ന് കേട്ടത് ആരാണ്? അബ്ദുൽ ഫത്താൽ കുഫ്റാവി ഷാഫി എന്ന് പറയും. മൂപ്പരായിരുന്നു കേട്ടെന്ന് ചോദിച്ചാലോ, മൂപ്പരിന്ന് ആര് കേട്ടു? മൂപ്പരിന്ന് കേട്ട ആള് ആരാന്ന് ചോദിച്ചാല് അബീ ഖുദൈർ മുഫ്തി ദിമിയാത്തി എന്ന് പറയുന്ന ആളാണ് കേട്ടത്. അയാളെ ഇങ്ങനെ കേട്ട് പോന്നിട്ട് അല്ലാമ ഉമർ ഷാത്ത മൂപ്പരാണ്. മൂപ്പരിന് ആര് കൊണ്ടുവന്നു? ഷെയ്ഖ് ഷിയാബ് ഷാലിയാത്തി. ഷെയ്ഖ് ഷിയാബ് ഷാലിയാത്തി അല്ല, ഷെയ്ഖ് ഷാലിയാത്തി അല്ല, മൂപ്പരിന് ആര് കേട്ടു? ഒമാരുടെ ഷെയ്ഖ് മുഹമ്മദ് അബ്ദുൽ ഖാദിർ കൊല്ലവിയും ഉപരി കേട്ടു. ഇങ്ങനെയാണ് പോകുന്നത്. ഓഹുവ അദ്ദേഹം കേട്ടതോ സഹാബിയായ സമൂറത്ത് അവ്വലു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി തങ്ങളെ തൊട്ട് ആദ്യമായിട്ട് കേട്ടു. ഇങ്ങനെ പോകുന്നു. അപ്പൊ നബി ഇത് നേരെ ജിന്ന് സഹാബി എന്ന് കിട്ടിയത് ഈ ഹദീസ്. ബിലഫ്ദ് റാഹിമൂന, എന്താണ് ഹദീസ്? ബിലഫ്ദ് അർറാഹിമൂന യർഹമുക്കുമുല്ലാഹ് ഇലാ ആഖിരി, കരുണ ചെയ്യുന്നവർക്കൊക്കെ അല്ലാഹ് കരുണ ചെയ്യുന്ന ഹദീസാണ്. ഹദീസ് ഇതാണ് ഇപ്പോൾ ഹദീസ്. എന്നിട്ട് അവിടെ എന്ത് പറയും നോക്കുക. സ്വന്തക്കാലം കൊല്ലവിയോ പറയുന്നു കാല സേഖുന അബുൽ ഫയൽ അബ്ദുൽ സത്താർ മക്കി, നമ്മുടെ സേഖായിരിക്കുന്ന അബുൽ ഫയൽ അബ്ദുൽ സത്താർ മക്കി പറയുന്നു ജിന്നിയായിരിക്കുന്ന സഹാബിയായ സംഹൂറസ് വഫാത്തായത് ഈ സനത്തി 1129 പറഞ്ഞിട്ടുണ്ട്. അങ്ങനെന്താണ് ഈ സംഹൂറസ് മനസ്സിലാക്കാറ്. വഫാത്തിക്ക് ഈ സംഹൂറസ് എന്ന് പറയുന്ന ജിന്നിയായ സഹാബി വഫാത്തായ വിവരം പറഞ്ഞു. അൽ ഉസ്താദ് ഷെയ്ഖ് അബ്ദുൽ ഗനി നാബൽസി എന്ന് പറയുന്ന മഹാനാണ്. നവവാഫക താരീഖ വഫാത്തി, അദ്ദേഹം ഡേറ്റ് വഫാത്തായ ഡേറ്റ് ഏതാ? 1929. അതേ ഡേറ്റ് യോജിച്ച് വന്നിട്ടുണ്ട് ഫഖദുൽ ജിന്നി സംഹൂറസ്. നമ്മുടെ ഇവിടെ പറയപ്പെട്ട സംഹൂറസ് എന്ന് പറയുന്ന ജിന്ന് ഇവിടെ ഇല്ലാതെ ആയത് ആ ഡേറ്റ് മുതലാണ്. എന്നാര് പറഞ്ഞു? സക്കറഖുൽ മുറാദിയോ, ഈ വിഷയം മുറാദി എന്നൊരു പറഞ്ഞതാണ്. എവിടെ പറഞ്ഞു? ഈ തർജമത്തി ഷെയ്ഖ് അഹമ്മദ് മരീരി, ഷെയ്ഖ് അഹമ്മദ് മരീരിയുടെ ചരിത്രത്തിൽ കാണാം. ഇങ്ങനെ ഉണ്ടെന്ന്. ഇതാണ് സംഹൂറസ് മൊത്തം മനസ്സിലാക്കുക. ഓബിഹി, അപ്പൊ ഈ പറഞ്ഞത് കൊണ്ട് ലഹറ മനസ്സിലായല്ലോ അന്ന ഷീനബി ആഹിരി, സംഹൂറഷ് എന്നതിനെ ലാസ്റ്റ് കാണുന്ന പുള്ളിയുള്ള ഷീന് മുഅ്ജമത്തുൻ, അത് പുള്ളിയുള്ള ഷീനാണ്. ലാ മുഹമ്മലത്ത്, മുഹമ്മലത്തല്ല. അപ്പൊ പുള്ളിയുള്ളവരാണ്, പുള്ളിയില്ലാത്തല്ല എന്ന് മനസ്സിലായല്ലോ എന്നായി. കാല മുഹദ്ദിസ് ഷാബിൽ അല്ലാമത്തുൽ അജ്ലൂനി, മൂപ്പര് പറയും ഈ സബത്തി, അദ്ദേഹത്തിന്റെ സബത്തിൽ പറയുന്ന കിതാബില് യുഖാലു പറയപ്പെടാം ഇസ്മുഹു, ഈ പറയുന്ന സംഹൂറസ് എന്ന് പറയുന്ന ജിന്നിയ സ്വാബിന്റെ പേര് അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു എന്നും ആവാം. അങ്ങനെ പേരുണ്ട്, ഡേറ്റ് ഒക്കെ കിട്ടി. മനസ്സിലായല്ലോ? ഇങ്ങനെയൊക്കെയാണ് ഈ സംഹൂറസിന്റെ ചരിത്രം നമുക്ക് കിട്ടിയത്. അപ്പൊ കിതാബ് നല്ലോണം പാരതനം നടത്താം, അപ്പൊ കിട്ടും. അല്ലാഹു ആലം കഴിഞ്ഞു. ബർക്കത്തിന് പറയണത് ഫൈൻകീല, ഇനി ചോദിക്കപ്പെടുകയാണെങ്കിൽ, ഇവിടെ ചോദ്യം വേറെയാണ്. അത് റിവായത്ത് അല്ല ജിന്ന്. ഇപ്പൊ ജിന്നാണ് സംഹൂറസ്, മൂപ്പുറത്തോട്ട് റിപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ പോകുന്നതാണ്, സ്വഹാബിയാണ്. അപ്പൊ ഈ ജിന്നിനെ തൊട്ടുള്ള നിവേദനം പറ്റുമോ ഇല്ലേ? എന്തോടുകൂടെ ഷുറൂത്തിൻ റിവായത്തി ഷർത്തിൻ റിവായത്തി, ഒരു ഹദീസ് റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ ആ റിപ്പോർട്ടിന് നിബന്ധനപ്പെട്ടതാണല്ലോ എന്ത്? അൽ ഇൽമാബി അദാലത്തിൽ മർവിയാണോ, ആനെ തൊട്ടാണോ ഈ ഹദീസ് ഉദ്ധരിക്കപ്പെടുന്നത്, റിപ്പോർട്ട് ചെയ്യപ്പെടുന്നതിൽ ആ ശേഖരെ കുറിച്ച് രീതിയാണെന്ന് അറിയട്ടെ.
വക്കഥ ഇതേ പ്രകാരം തന്നെ അല്ലേ മുദ്ദ നബിയുമായി സഹവാസമുണ്ട് സ്വഹാബിയാണ് എന്ന് വാദിക്കുന്ന ആളെ പറ്റിയും എന്ത് വേണ്ടേ പരതണ്ടേ, അയാൾ നല്ലവനെന്ന് അറിയണ്ടേന്നാണ് എന്ന് ചോദിക്കുകയാണെങ്കിൽ കൊൽത്തു എനിക്ക് പറയാനുള്ള മറുപടി ഖാലബിൻ ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി, ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ പറഞ്ഞിട്ടുണ്ട് ഫി മത്ലബ്, തന്റെ മത്ലബ് എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു എന്ത് അന്ന ഇൻദാറ ഹയ്യാത്ത്, സർപ്പങ്ങളെ മുന്നറിയിപ്പ് നൽകി ഭയപ്പെടുത്തണേ. പാമ്പുകൾ വരുമല്ലോ, ആ പാമ്പുകളെ ഭയപ്പെടുത്തി വിടുക എന്നുള്ളത് എന്താണ് മന്ദൂബുൻ, അത് സുന്നത്താക്കപ്പെട്ടതാണല്ലോ, ലാ വാജിബുൻ, വാജിബല്ല എന്നത് ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ തന്റെ മത്ലബിൽ പറഞ്ഞിട്ടുണ്ടല്ലോ. അത് അവസാനിച്ചും ഫത്താവൽ ഹദീസിയ്യ, ഫത്താവൽ ഹദീസ് ഇത് കാണും. ഫത്താവ ഹദീസയിൽ കാണാം പാമ്പുകളെ മുന്നറിയിപ്പ് നൽകി വിടൽ സുന്നത്താണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോ ബഅദ റിവായത്തി ഹദീസൈനി അനിൽ ജിന്നി, ജിന്നിനെ തൊട്ട് 2 ഹദീസും ഉദ്ധരിച്ചിട്ടുണ്ട്. ആ 2 ഹദീസ് അവിടെ ഉദ്ധരിച്ചതിന് ശേഷമാണ് ഫത്താവൽ ഹദീസയിൽ ജിന്നുകൾ പാമ്പിന്റെ കോലത്തിൽ വരുമ്പോഴോ ജിന്നൊന്നും നോക്കണ്ട, പാമ്പുകളെ ഭയപ്പെടുത്തി വിടാറുണ്ട്. ആ പാമ്പുകളെ ഭയപ്പെടുത്തി വിടൽ സുന്നത്താണെന്ന് വാജിബല്ല എന്ന് ഹദീസ് ഉദ്ധരിച്ചത് ജിന്നിനെ തൊട്ടല്ലേ. അപ്പൊ ജിന്നുകളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യാൻ പറ്റുമെന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട ശൈഖുൽ അല്ലാമയായ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ കൊണ്ടുവരുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ പറ്റുമെന്നല്ലേ എന്ന് അറിയിക്കാനാണ്.